വർഷത്തില് 50 മില്യൺ ജനങ്ങൾ വരുന്ന ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും വിൽക്കാണ്ടെങ്കിലും ആ തൊട്ട് വിറ്റിട്ട് വന്ന് കാണികൾ ഇത് കണ്ടിട്ട് മരിക്കാൻ പാടുള്ളൂ. അധ്വാനിക്കാൻ നമ്മളെ കാശ് കൊണ്ട് ഇവരെ എൻജോയ് ചെയ്യാം. ബോഡി വൈഫാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരുന്ന ആഗ്രഹമില്ലേ? അടുത്തൊരു പാക്കേജ് നമുക്ക് ഒരുമിച്ച് പോയാലോ? എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ലോകത്തിലെ ബെസ്റ്റ് എയർപോർട്ട് എന്ന അവാർഡ് കിട്ടിയിട്ടുള്ള ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി ലോകത്തിലെ ബെസ്റ്റ് എയർലൈൻ ആയിട്ടുള്ള ഖത്തർ എയർലൈൻസിൽ 14.5 മണിക്കൂറത്തെ ന്യൂയോർക്കിലോട്ടുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ്. യുഎയിൽ നിന്ന് മാത്രമല്ല സൗദി, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ അങ്ങനെ എല്ലാ GCC രാജ്യങ്ങളും ഇവൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൊച്ചിയിൽ നിന്നാണ് വരേണ്ടത്, അവർക്കും ജോയിൻ ചെയ്യാം. അമേരിക്ക എന്ന് പറയുന്നത് പലരുടെയും ഒരു സ്വപ്ന രാജ്യമാണ്. അവിടെ ഒന്ന് പോകാൻ പറ്റാന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും അല്ലേ? പക്ഷേ വിസ ഉണ്ടായിട്ടും അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് 10 ദിവസത്തെ ഒരു ഗംഭീര യാത്രാനുഭവമാണ് നമ്മളിവിടെ സമ്മാനിക്കാൻ പോകുന്നത്. പ്രീമിയം 4-സ്റ്റാർ ഹോട്ടൽസ് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ന്യൂയോർക്കിൽ നമ്മുടെ താമസം എന്ന് പറയുന്നത് ടൈംസ് സ്ക്വയറിൽ തന്നെയുള്ള ന്യൂയോർക്ക് മാരിയറ്റ് മാർക്യൂസിലാണ്. അത്രക്ക് പ്രീമിയം എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പാക്കേജ്. ഇത് ടൈംസ് സ്ക്വയറും ഇത് നമ്മളുടെ ഹോട്ടലും. ആദ്യം തന്നെ ന്യൂയോർക്കിലെ മാൻഹാറ്റൻ വാക്കിംഗ് ടൂർ. അതെല്ലാവർക്കും ഒരു അനുഭവം തന്നെയായിരിക്കും. ലോക പ്രശസ്തമായിട്ടുള്ള ടൈംസ് സ്ക്വയറിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. നമ്മളങ്ങനെ എല്ലാവരും കൂടി ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. അമേരിക്ക എന്ന സമ്പന്ന രാജ്യത്തിന്റെ ന്യൂയോർക്കിലുള്ള ഒരുവിധം എല്ലാ മേജർ ഐക്കണിക് മോണ്യുമെന്റ്സും നമ്മൾ ഈ ഒരു യാത്രയിൽ കവർ ചെയ്യുന്നുണ്ട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്ന എല്ലിസ് ഐലൻഡ്, ബ്രൂക്ലിൻ ബ്രിഡ്ജ്, വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത സ്ഥലം, വൺ വേൾഡ് ട്രേഡ് സെന്റർ, വാൾ സ്ട്രീറ്റ് എക്സ്ചേഞ്ച്, ചാർജിംഗ് ബുൾ, പിന്നെയും ഒരുപാട് സ്ഥലങ്ങൾ. ബർത്ത് പ്ലേസ് ഓഫ് അമേരിക്ക എന്നറിയപ്പെടുന്ന ഫിലാഡൽഫിയയിലോട്ടാണ് അടുത്ത നമ്മുടെ യാത്ര. പെൻസിൽവാനിയയിലോടുള്ള യാത്രയൊക്കെ അടിപൊളിയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ലിബർട്ടി ബെൽ, ഇൻഡിപെൻഡൻസ് പാർക്ക്, അവിടെ നിന്ന് നേരെ പോകുന്നതോ വാഷിംഗ്ടൺ DC-യിലോട്ടാണ്. വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാതെ എങ്ങനെയാണല്ലേ? കൂടാതെ സുപ്രീം കോർട്ട്, ലിങ്കൺ മെമ്മോറിയൽ, നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഡൈനോസറിന്റെയും മാമൂത്തിന്റെയും ഒക്കെ ഫോസിൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായം തുറന്നിരിക്കും. നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ ചന്ദ്രനിൽ പോയ അപ്പോളോയും അവിടുന്ന് എങ്ങനെയാണ് അത് തിരിച്ചിറങ്ങിയതെന്നും ഇവൻ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന കല്ലും മണ്ണും വരെ നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും. ഹെർഷീസ് ചോക്ലേറ്റ് വേൾഡും കോണിംഗ് മ്യൂസിയം ഒക്കെ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഞങ്ങളിപ്പോൾ ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഇറങ്ങി വരികയാണ്. പക്ഷെ ഞങ്ങൾ ഈ ഇത്രയും വർഷം ദുബൈയിലുണ്ടായിട്ടും ദുബൈയിൽ പോലും കാണാത്ത ചോക്ലേറ്റുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മാത്രം ഒന്ന് വാങ്ങിയത്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നതോ US-ഉം കാനഡയും കൂടി ഷെയർ ചെയ്യുന്ന നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലോട്ടാണ്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ താഴെ മെയ്ഡ് ഓഫ് ദി മിസ്റ്റിലൂടെയുള്ള യാത്രയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും. എത്ര കണ്ടാലും മതിയാവൂല. കേവ് ഓഫ് ദ വിൻഡ്സ് ഒക്കെ മൈൻഡ് ബ്ലോയിങ് ആണ്. നമ്മളിങ്ങനെ നായി നയിക്കൊണ്ടായിട്ട് കാശുണ്ടാക്കിയിട്ട് പാടില്ല. നായകന് ആ ഒരു സംഭവം കൂടി കണ്ടിട്ടെങ്കിൽ നഷ്ടമാണ്. ഇനി കാനഡ വിസ ഉള്ളവർ കാണുന്നുണ്ടെങ്കിലോ റെയിൻബോ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കാനഡ സൈഡിൽ പോയി നയാഗ്രയുടെ ബ്യൂട്ടിഫുൾ കാഴ്ചകൾ നിങ്ങൾക്ക്